ഹലോ ഡിയേഴ്സ്. അപ്പം നമ്മളിന്ന് പോകുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ടാണേ. നമുക്കൊരു കല്യാണമുണ്ട്, നമ്മുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണം. ചേട്ടായിയുടെ അമ്മയുടെ ആങ്ങളയുടെ മകളുടെ, ഞങ്ങളുടെ ആതിരക്കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇട്ടിട്ടുള്ള ഒട്ടുമിക്ക വീഡിയോസിലും എല്ലാത്തിൻ്റെയും തുടക്കം നമ്മളുടെ ഈ നാടാണ് കേട്ടോ. നമ്മൾ ഈ റോഡിലൂടെ പോകുന്ന വീഡിയോസാണ് കൂടുതലും സ്റ്റാർട്ടിങ് ആയിട്ട് ഇടാറ്. അപ്പോൾ എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ എന്ത് ഭംഗിയാണ് ഈ നാടും ഈ പരിസരങ്ങളൊക്കെ കാണാനായിട്ട്. നീ എവിടെയാണ് താമസിക്കുന്നത്, നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല സ്ഥലങ്ങളാണ് എന്നൊക്കെയുള്ള കമൻസാണ് കേട്ടോ. ശരിക്കും ഞാനും ഇതിലെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടൊക്കെ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനൊക്കെ സിനിമയിൽ മാത്രമാണ് ഇങ്ങനത്തെ പാടങ്ങളും ഇതിൽ രണ്ട് പാടങ്ങളുടെ നടുക്കൂടെയുള്ള റോഡ് അങ്ങനത്തെയൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് കേട്ടോ. തൃപ്പൂണിത്തുറയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ 5 സെൻറ്റ് 4 സെൻറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ കൂടുതലും. തൊട്ടടുത്തടുത്തായിട്ടുള്ള വീടുകൾ അങ്ങനെയാണ് കേട്ടോ. ഇതുപോലെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും 2 സൈഡിലും അമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതും എന്തൊരു ഭംഗിയാണെന്നറിയാമോ. മഴക്കാലത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഈ റോഡിൽ വെള്ളം കയറുക അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്ഥലങ്ങൾ. നമ്മൾ ഈ ഷോപ്പിങ്ങിന് പോകുന്നത് എരമല്ലൂരിലേക്കാണ് കേട്ടോ. എരമല്ലൂർ സ്വപ്ന സിൽക്സിലേക്കാണ് പോകുന്നത്. സ്വപ്നയുടെ തന്നെ പുതിയ ഷോറൂമുണ്ട്, സ്വപ്ന വെഡ്ഡിങ്സ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് മെയിനായിട്ട് സാരിയൊക്കെയാണ് എടുക്കാനുള്ളത്, അതുകൊണ്ടാണ് അവിടെ കുറച്ച് കളക്ഷൻ കൂടുതലുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലിപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ഉണ്ട്. അമ്മയും അച്ഛനൊക്കെ മക്കളെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ബസ്സിനാണ് വന്നത് തൃപ്പൂണിത്തുറയിൽ നിന്ന്. അപ്പോൾ അവരെ എരമല്ലൂരിൽ നിന്ന് ബസ്സിൽ കയറ്റി വിടാം, ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ സ്വപ്നയിലെത്തി നേരെ സാരി സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. വേറെ നോക്കാനൊന്നും കയറിയില്ല. ഈ അനുവിന് ഒത്തിരി ഡ്രസ്സുകൾ ഇരിപ്പുണ്ട്. ഈശാന ബർത്ത്ഡേക്ക് എടുത്ത ഒരുപാട് ഡ്രസ്സുകൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുക്കുന്നില്ല. എനിക്ക് അമ്മയ്ക്ക് അച്ഛന് ഒക്കെയാണ് ഡ്രസ്സ് എടുക്കാനുള്ളത്. നേരെ സാരി സെക്ഷനിലേക്ക് പോയി. അത്യാവശ്യം ഞാൻ സാരിയുടെ സെക്ഷനിലേക്ക് പെട്ടെന്ന് എടുത്തിറങ്ങണം, കാരണം ഞങ്ങളുടെ കൂടെ അമ്മ വന്നു. മോനെ ഒന്ന് പിടിക്കാനൊക്കെ ആളായല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ കൂടെ വന്നായിരുന്നു. അപ്പം കുറച്ച് സാരികൾ കാണാമല്ലോ, കാണുന്നൊരു രസമാണല്ലോ. അങ്ങനെ അമ്മ കൂടെ വന്ന്. അച്ഛന് ഈ പരിപാടികളിലൊന്നും താല്പര്യമില്ല കേട്ടോ. ഇങ്ങനെ ഷോപ്പിങ്ങിന് കൂടെ വന്ന് അവിടെ കുത്തിയിരിക്കുന്നതൊന്നും അച്ഛന് ഇഷ്ടമില്ല. അതുകൊണ്ട് അച്ഛൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. അപ്പോൾ അമ്മേനെ എത്രയും വേഗം പുറത്തിറക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കാൻ നിന്നില്ല. ചേട്ടായിനെ ഏൽപ്പിച്ച് കുറച്ച് വീഡിയോസ് എടുത്തേക്കെന്ന് പറഞ്ഞ് ചേട്ടായിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ സാരി എടുക്കാൻ മാറിയത് കേട്ടോ. പുള്ളി വേഗം കുറച്ച് വീഡിയോസ് എടുത്തു തന്നോളൂ, കാരണം അവിടെ ഒത്തിരി സ്ത്രീകൾ നിൽക്കുന്നു. ചേട്ടായി പറഞ്ഞു, ഞാൻ ഈ ഷൂട്ടിങ്ങായിട്ട് പോയി കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് പുള്ളി കുറച്ച് വീഡിയോസ് എനിക്ക് എടുത്തുള്ളൂ കേട്ടോ. നമ്മൾ പെട്ടെന്ന് പരിചയമില്ലാത്തൊരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഒരു ഇതുപോലത്തെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും പൊതുവെ ചെറിയൊരു ചമ്മലൊക്കെ കാണുമല്ലോ. നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ ആരെങ്കിലുമൊക്കെ നോക്കുകയോ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അയ്യോ എന്നൊരു ഫീലിംഗ് വരും. പ്രത്യേകിച്ച് അവിടെ അതൊരു ടെക്സ്റ്റൈൽസ് ആയതുകൊണ്ടും അവിടെ കൂടുതൽ ലേഡീസ് ആയതുകൊണ്ടാണ് ചേട്ടായിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആൾ വീഡിയോസൊക്കെ എടുത്തു തരും കേട്ടോ. അങ്ങനെ സാരി നോക്കാൻ കയറി. ഞാൻ സാരിക്ക് അധികം ക്യാഷ് മുടക്കണ്ട എന്നുള്ള രീതിക്കാണ് നോക്കിയത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ സാരി അധികം ഉപയോഗിക്കില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഒരുപാട് റേറ്റിൻ്റെ സാരി എടുത്ത് വെറുതെ അലമാരിയിൽ വെക്കാന്നല്ലാതെ ഉപയോഗമില്ല. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സാരികളൊക്കെ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ എടുക്കുന്ന സാരികളാണെങ്കിലും എൻ്റെ 2 അമ്മമാർക്ക്, എൻ്റെ അമ്മയമ്മയ്ക്കും അമ്മയ്ക്കായിട്ട് ഉടുക്കാനൊക്കെ കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ സാരി അധികം ഉപയോഗിക്കാറില്ല. റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. 500 ബിലോ ഒക്കെ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.
നമ്മൾ നല്ലൊരു മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ച് വരുമ്പോൾ ഏകദേശം 500 എബോ ആവും. എറണാകുളത്തേക്കാണെങ്കിൽ നല്ല റേറ്റ് ആകും. അങ്ങനെ നമ്മൾ സ്വപ്നയിൽ നിന്ന് അത്യാവശ്യം സാരി എനിക്കെടുത്തു, അമ്മയ്ക്ക് പറ്റിയത് കിട്ടിയില്ല. അപ്പം നമ്മൾ സ്വപ്ന സിൽക്സിലും കൂടെ കയറിയിട്ടാണ് സാരി എടുത്തത്. അച്ഛനമ്മേനെയൊക്കെ ബസ്സിൽ കയറ്റി പറഞ്ഞു വിട്ടു. സ്വപ്ന വെഡിങ്സിൻ്റെ ഓപ്പോസിറ്റായിട്ട് സ്വപ്ന സിൽക്സിൽ കയറി അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. ഈ ഇഷാൻ ഭയങ്കര ബഹളം, വിശക്കുന്നു, എന്തെങ്കിലും വാങ്ങിത്താന്ന് പറഞ്ഞ് കുറച്ച് നേരം ബഹളം തുടങ്ങിയിട്ട്. എപ്പോഴും പുറത്ത് പോയാലോ ഉള്ളതാണ് അവനൊരു വിശപ്പും ദാഹമൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. അങ്ങനെ നമ്മൾ എരമല്ലൂർ തന്നെയുള്ള ചിക്കിങ്ങിലേക്ക് കയറി കേട്ടോ. ചിക്കിങ് കയറിയപ്പോൾ നമ്മുടെ ശ്രീകാന്ത് വീട്ടുകാരെ അമ്മേനെയൊക്കെ കണ്ടു കേട്ടോ. അവിടെ അവരായിട്ടൊന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ആദ്യം ശ്രീകാന്ത് വീട്ടുകാരെ കണ്ട് മനസ്സിലായില്ല കേട്ടോ. ഞാൻ അവരുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഈ ഒരു ലുക്കിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അമ്മയെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. പിന്നെ അവരായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് സംസാരിച്ചു. ഇഷാൻ ബർഗറിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ 2-3 ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികളായിട്ട് വന്നത്. അവരെല്ലാവരും ഇതുപോലെ എല്ലാവരുടെ മക്കളും നല്ല ബഹളമായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കാത്ത പിള്ളേരായിരുന്നു എല്ലാവരും. അതുകൊണ്ട് ഒരു കുട്ടിയെ ഇങ്ങനെ അമ്മ എടുത്തുകൊണ്ട് നടന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് കളിക്കാനിട്ട് ഞാനും ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്, കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ അവരൊക്കെ ആയിട്ട് കളിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പീസ് ചിക്കൻ, ഫ്രൈഡ് ചിക്കനും ഈശാനൊരു ബർഗറും കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ ഈ സാധനം അത്ര ഇഷ്ടമല്ല. ചേട്ടായിക്കാണ് ഇത് കൂടുതൽ ഇഷ്ടം. ഈ അങ്കത്തട്ട് കണ്ട് അവർ പേടിക്കണ്ട കേട്ടോ. ഇയാന് പാത്രത്തിൽ പിടിച്ചൊന്ന് വലിച്ചതാണ്. അപ്പോൾ അതിൽ ചപ്പൻ ചോറൊക്കെ താഴ്ത്ത് പോയി കേട്ടോ. ഇയാനൊരു ബണ്ണ് വാങ്ങിച്ച് കുറച്ചൊക്കെ ഞാൻ ഉള്ളിൽ നിന്നൊക്കെ നുള്ളി കൊടുത്തു കേട്ടോ. ഇഷാൻ അങ്ങനെ ഷോയൊക്കെ കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇഷാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി എപ്പോഴും ഇവിടെ വരാമേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. പുള്ളിക്ക് പൊതുവേ ഇങ്ങനത്തെ ബർഗർ, ഫ്രൈഡ് ചിക്കനൊക്കെ കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ടായിരിക്കണം, വല്ലപ്പോഴൊക്കെ വാങ്ങിക്കൊടുക്കുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഐ ലവ് ചിക്കിങ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ പോയാലും ഫോട്ടോസ് മസ്റ്റാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇഷാൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഇഷാന് വന്നേ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളായിരുന്നു. അങ്ങനെ രാത്രിയായി കേട്ടോ, ഒത്തിരി രാത്രിയായി. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ക്ഷീണമുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ.